നമ്മുടെ മാറാട് കലാപം വീണ്ടും പറഞ്ഞ് മനുഷ്യ മനസ്സ് വേദനിപ്പിക്കരുത്. ആരാണിത് പറഞ്ഞെന്നറിയോ? ഇതേവരേക്കും കേൾക്കാത്ത ഖലീൽ ബുഖാരി തങ്ങൾ എന്ന് പറയുന്ന ഒരു കണ്ടാൽ പേടിയാകുന്ന ഒരു ജന്മം. ഇതിനെ കണ്ടാൽ തന്നെ പേടിയാവുന്നില്ലേ? ഇതിനൊക്കെ അതായത് ഇതൊക്കെ മതമേലധ്യക്ഷൻ എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു സംഭവമാണിത്. ഈ സംഭവത്തിനെ തന്നെ ഇതിന്റെ തലപ്പാവും ഇതിന്റെ ഊശാന്താടിയും എല്ലാം കൂടെ കാണുമ്പോഴേ നമുക്ക് ഭയം വരും, പേടി വരും. ഒരു മനുഷ്യനായിട്ട് അല്ല ഇതിനെ കാണാൻ പറ്റുന്നത്, മനസ്സിലായോ? ഒരു വെള്ള വസ്ത്രം ഇട്ടിട്ട് ആ വെള്ള വസ്ത്രത്തിന് തന്നെ ഈ സാധനം ഇവിടെ കിടന്ന് മലപ്പുറം ജില്ല രണ്ടായിട്ട് വെട്ടിമുറിക്കണം, മലപ്പുറം ജില്ലയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മലപ്പുറം വെട്ടിമുറിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ ആ കോന്തപുരം. ഹിന്ദുക്കളാണെന്ന് നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് ഹിന്ദുക്കൾക്ക് അതൊരു അപമാനമാണ്. അതുകൊണ്ട് ഇനി സ്വയം അഭിസംബോധന ചെയ്യുമ്പോണ്ടല്ല അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട, ചാണക സംഗിണി അങ്ങനെ മാത്രം പറഞ്ഞാൽ മതി. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. മുസ്ലിങ്ങളേറെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന നമ്മുടെ AP അബൂബക്കർ മുസ്ലിയാരെയും അതുപോലെ തന്നെ ഖലീൽ ബുഖാരി തങ്ങളെ കുറിച്ചിട്ടും ഒരു സംഗിണിയായ സിനി മധുസൂദനൻ എന്ന് പറയുന്ന വേശ്യയുടെ ചാരിത്ര പ്രസംഗം നടത്തുന്ന ഒരു സ്ത്രീ, ഒരു കുലസ്ത്രീ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അത്തരത്തിലുള്ള ഒരു സ്ത്രീ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് നമ്മുടെ ഉസ്താദിനെ കുറിച്ചും അതുപോലെ തന്നെ തങ്ങളെക്കുറിച്ചും അവരുടെ വേഷവിധാനങ്ങളെക്കുറിച്ചും എല്ലാം വളരെ മോശകരമായ രീതിയിൽ വർഗീയ ചുവയോടുകൂടി സംസാരിക്കും നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾ ചാനൽ കാണുന്നത്, ദയവായി സപ്പോർട്ട് ചെയ്യാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും നല്ലവരായ ഹൈന്ദവ സുഹൃത്തുക്കൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ക്ഷമിക്കണം. അതിൽപ്പെട്ട സ്ത്രീകളെ നമുക്ക് അങ്ങനെ മാത്രമേ നമുക്ക് പരാമർശിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത്രയ്ക്ക് മോശകരമായ രീതിയിലാണ് ഒരു സമൂഹം ഒന്നടങ്കം ആദരിക്കുന്ന വ്യക്തിത്വങ്ങളെ അത്രയും മോശകരമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് സംഘപരിവാർ ശക്തികൾക്ക് വേണ്ടി തെറി പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നല്ല ഭാഷയിൽ അവർക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട മറുപടി അല്ലാതെ ഇതിൽ കൂടുതലൊന്നും നമുക്ക് കൊടുക്കാൻ വേണ്ടിയില്ല. തീർച്ചയായിട്ടും എന്താണ് ആ സ്ത്രീ പറഞ്ഞത് എന്ന് ആദ്യമായിട്ട് നമുക്ക് കേൾക്കാം. ഞാനിപ്പോ വന്നത് എന്താ വെച്ചാല്, നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് വിമർശിച്ചാൽ അത് വളരെ വലിയ രീതിയിൽ അതൊരു ഇസ്ലാമോഫോബിയ ആണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് ഇവിടെ കിടന്ന് പല മതേതരന്മാരും കിടന്ന് പെടാപ്പാട് പെടുന്നത് നമുക്ക് എല്ലാവർക്കും കാണാം. അപ്പോ ഈ ഇസ്ലാമോഫോബിയ നമ്മുടെ നാട്ടിൽ മാത്രം കിടന്ന് നിലവിളിക്കുന്ന കുറെ അന്തംഗമ്മികളും കുറെ മതേതരന്മാരും കുറെ നട്ടിലില്ലാത്ത കുറെ ജീവികളും ഉണ്ട് നമ്മുടെ നാട്ടില്, അമീബയുടെ പോലെയൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ജീവികൾക്കാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും. അപ്പൊ അങ്ങനെയുള്ളവർക്ക്, അതായത് നമ്മുടെ നാട്ടില് ഇവരെ കുറിച്ച് അക്ഷരം മിണ്ടാൻ പാടില്ല, പറയാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല, അയ്യോ ഇസ്ലാമോഫോബിയ, ഇസ്ലാമിനെ നശിപ്പിക്കുന്നു, ഇസ്ലാമിനെ പഴിചാരുന്നു, തീവ്ര ഹിന്ദുവാണ്, അല്ലെങ്കിൽ സംഖ്യയാണ്, ചാണകമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി സംഗതികൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോ ഈ ഇസ്ലാമോഫോബിയെ നമ്മൾ മനഃപൂർവ്വം ആരും ഒന്നും പറയുന്നതല്ല, ലോകം മൊത്തം പറയാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും കൂടി ഒന്ന് അറിയിക്കാനാണ് ഞാനിപ്പോ വന്നത്. അതായത് ഈ നാട്ടിൽ മാത്രമല്ല, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇന്ന് കണ്ടു നമ്മുടെ മാറാട് കലാപം വീണ്ടും പറഞ്ഞ് മനുഷ്യ മനസ്സ് വേദനിപ്പിക്കരുത്. ആരാണിത് പറഞ്ഞെന്നറിയോ? ഇതേവരേക്കും കേൾക്കാത്ത ഖലീൽ ബുഖാരി തങ്ങൾ എന്ന് പറയുന്ന ഒരു കണ്ടാൽ പേടിയാകുന്ന ഒരു ജന്മം. ഇതിനെ കണ്ടാൽ തന്നെ പേടിയാവുന്നില്ലേ? ഇതിനൊക്കെ അതായത് ഇതൊക്കെ മതമേലധ്യക്ഷൻ എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു സംഭവമാണിത്. ഈ സംഭവത്തിനെ തന്നെ ഇതിന്റെ തലപ്പാവും ഇതിന്റെ ഊശാന്താടിയും എല്ലാം കൂടെ കാണുമ്പോഴേ നമുക്ക് ഭയം വരും, പേടി വരും. ഒരു മനുഷ്യനായിട്ട് അല്ല ഇതിനെ കാണാൻ പറ്റുന്നത്, മനസ്സിലായോ? അപ്പോൾ മേഡം പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. ഈ വേഷം തന്നെ കണ്ടാൽ പേടിച്ചു പോകുന്നു, അത്രയ്ക്ക് പേടിയാവുന്ന കോലമാണ് ഖലീൽ ബുഖാരി തങ്ങളുടേത് എന്നാണ് പറയുന്നത്. ആ സ്ത്രീ ആദ്യമായിട്ട് കാണുകയാണ് പോലും. പക്ഷേ എനിക്ക് വളരെ സങ്കടം തോന്നി. കാരണം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഹിന്ദുക്കളോടും മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടായാലും വളരെ സൗഹാർദ്ദത്തോടു കൂടി വളരെ സൗമ്യതയോടു കൂടി കഴിഞ്ഞു പോകുന്ന ഒരു സമൂഹത്തിൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട വർഗീയ ചുവയോടുകൂടി വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന സിനിമേടത്തിനോട് എനിക്ക് സ്നേഹപൂർവ്വം നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഉത്തരേന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ അടിവസ്ത്രം പോലും അയച്ചിട്ട് അതിനെ ആരാധിക്കുന്ന, അതിനെ തൊട്ട് തലയിൽ വെക്കുന്ന ആചാരം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പശുവിൻ്റെ മൂത്രം കുടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മനുഷ്യനെ തലോട്ടി മാലയാക്കി തലയിൽ ഇട്ടുകൊണ്ട് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെയൊന്നും മോശകരമായ രീതിയിൽ വിമർശിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീയോ അല്ലെങ്കിൽ ഒരു മുസ്ലിം പൗരനോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതപണ്ഡിതനോ ഇത്ര വൃത്തികെട്ട രീതിയിൽ താങ്കൾ പറഞ്ഞതുപോലെ പറയുന്ന ഏതെങ്കിലും ഒരു പ്രസ്താവന താങ്കൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കഴിയുമോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. കാരണം അത് നിങ്ങളുടെ മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആചാരമാണ് എങ്കിൽ ഞങ്ങൾക്ക് അതിനോട് യാതൊരു വിരോധവുമില്ല, ആയിക്കോളൂ, അത് നിങ്ങളുടെ ആചാരം, അത് നിങ്ങളുടെ കാര്യം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതത്തിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ കേരളത്തിലുള്ള നല്ലവരായ ഹിന്ദുക്കളായ സഹോദരിമാർക്കോ സഹോദരന്മാർക്കോ ഒരിക്കലും നമ്മുടെ ബുഖാരി തങ്ങളെയോ അല്ലെങ്കിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെയോ അതുമല്ലെങ്കിൽ ഈ ഒരു വസ്ത്രത്തെയോ അല്ലെങ്കിൽ താടി കണ്ടിട്ടൊന്നും തന്നെ പേടി തോന്നുന്നില്ല എന്ന് വിനീതപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം അത്തരത്തിൽപ്പെട്ട ഒരുപാട് നല്ല ഹൈന്ദവ സുഹൃത്തുക്കൾ ഞങ്ങൾക്കുമുണ്ട് ഈ കേരളത്തിൽ. നിങ്ങളെപ്പോലെയല്ല എല്ലാവരും ചിന്തിക്കുന്നത് എന്ന് സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷേ നിങ്ങളെക്കൊണ്ട് ഇത് പറയിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു വർഗീയത കൊണ്ട് മാത്രമാണ്. കാരണം നിങ്ങൾക്ക് ഇസ്ലാം എന്ന് പറയുമ്പോഴോ മുസ്ലിം എന്നോ പറയുമ്പോഴോ ഇങ്ങനെ അരിച്ചു കയറുന്ന ഒരു അരിശം തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ പ്രവർത്തിക്കുന്ന സംഘടനയുടെ ഒരു
ആവശ്യാർത്ഥമാണ് നിങ്ങളിതൊന്ന് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ എനിക്ക് സിനിമേടത്തിനോട് ബഹുമാനപൂർവ്വം പറയാനുള്ളത്, തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഇത്തരത്തിൽപ്പെട്ട ഒരു പരാമർശം ഒരിക്കലും നടത്താൻ വേണ്ടി പാടില്ലായിരുന്നു. അതല്ല നമ്മുടെ കേരളം, അതല്ല നമ്മുടെ കേരളം നിങ്ങളിൽ നിന്ന് കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്ന് സ്നേഹപൂർവ്വം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞു വെച്ച ബാക്കി കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. എന്ത് മാറാട് കലാപം വീണ്ടും പറഞ്ഞ് മനുഷ്യ മനസ്സ് വേദനിപ്പിക്കരുതെന്ന്. ഈ വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെ അതിനേക്കാൾ വൃത്തികെട്ടതായിട്ട് ഈ എന്താ പറയാ ഒരു തങ്ങളാണ് എന്ന് ഉസ്താദിന്റെ പോലെയൊക്കെ ഉണ്ട്. ഉസ്താദിനെ പോലുള്ള ഗംഭീര എന്താ പറയാ പൂമ്പാറ്റകളെ പോലെ എന്താ പറയാ നൈർമല്യമുള്ള എന്നൊക്കെ പറയില്ലേ, എന്ന പോലത്തെ ഈ പിശാചിന്റെ രൂപവും പൂമ്പാറ്റകളെ നൈർമല്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നടക്കുന്നത് ഇവര്. ഒരു വെള്ള വസ്ത്രം ഇട്ടിട്ട് ആ വെള്ള വസ്ത്രത്തിന് തന്നെ ഈ സാധനം ഇവിടെ കിടന്ന് മലപ്പുറം ജില്ല രണ്ടായിട്ട് വെട്ടിമുറിക്കണം, മലപ്പുറം ജില്ലയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മലപ്പുറം വെട്ടിമുറിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ ആ കോന്തപുരം. ആ കോന്തപുരത്തിനൊക്കെ ഇത് മണ്ടക്കടിക്കുന്ന അടിയാണ് ഇതൊക്കെ, ഈ പറയുന്നതൊക്കെ. നമ്മുടെ കേരളത്തിന്റെ ഇട്ടാവട്ടത്ത് കിടന്നിട്ട് ഈ കിടന്ന് കാണിച്ചു കൂട്ടുന്ന ഈ തോന്നിയവാസങ്ങൾക്ക് ഇവർക്കൊക്കെ കിട്ടുന്ന മറുപടി കാലം കൊടുക്കുന്ന മറുപടിയാണ്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇസ്ലാമിനെ കൊല്ലാൻ നോക്കുന്നേ, ഇസ്ലാമിനെ പിന്നെ ചാടിക്കാൻ നോക്കുന്നേ എന്ന് പറഞ്ഞിട്ട് വരും, നാണോ മാനോയില്ലാതെ. എന്നിട്ട് ഈ പറയുന്ന സർവത്ര രാഷ്ട്രീയ പാർട്ടികളിലും പിന്നെ എഴഞ്ഞു കയറി ഈ പറയുന്ന സംഗതികളിൽ മുഴുവനും പിടിച്ചെടുത്ത് പതുക്കെ 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 നമ്മുടെ രാജ്യത്തിന് ഈ പറയുന്ന ഈ ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ SDPI, അതുപോലെ PDF എന്നൊക്കെ പറയുന്ന ഈ തീവ്ര സംഘങ്ങൾ മുഴുവനും ഇവര് മുഴുവനും അതായത് പണമെറിഞ്ഞ് കളിക്കുകയാണ് നമ്മുടെ നാട്ടില്. നമ്മുടെ നാട്ടിലുള്ള മലയാളി എന്ന് പറയുന്ന മലയോളികൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അവന് കാശ് കിട്ടിയാൽ മതി, അവൻ എന്ത് ചെയ്താലും കാശ് കിട്ടിയാൽ മതി. വീണ്ടും ഒരുപാട് വിദ്വേഷപരമായ പരാമർശമാണ് ആ സ്ത്രീയുടെ വായിൽ നിന്ന് വരുന്നത്. പിശാചിന്റെ രൂപമാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. കണ്ടാൽ ഒരു ഉസ്താദാണെന്ന് തോന്നുപോലും. അത്രക്കും വൃത്തികെട്ട രീതിയിലുള്ള ഒരുപാട് പരാമർശങ്ങൾ ഈ സ്ത്രീ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ വളരെ മോശകരമായ മറ്റു രീതിയിലുള്ള പരാമർശങ്ങളാണ് ആ സ്ത്രീ നടത്തുന്നത്. ആ സ്ത്രീയുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും വർഗീയ കലർന്നത് മാത്രമാണ് തന്നെ നമ്മുടെ കേരള യാത്ര എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇന്ന് കേരളത്തിൽ അതിന്റെ സമാപന ചടങ്ങ് അത്രയ്ക്കും 10,000-ങ്ങളെ സാക്ഷി നിർത്തിയാണ് അത് നമ്മുടെ കേരളക്കരയിൽ അവസാനിച്ചത്. പുത്തരിക്കണ്ടം മൈതാനത്ത് തടിച്ചുകൂടിയ പാൽക്കടലിനെ സാക്ഷിയാക്കിക്കൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വരെ ഇന്നതിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. അവർക്കാർക്കും ഇത്തരത്തിലുള്ള അഭിപ്രായം പറയാൻ വേണ്ടി ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു സ്ത്രീയുടെ വാക്കിൽ നിന്ന് വരുന്ന പിശാചിൻ്റെ രൂപം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശകരമായ രീതിയിൽ നമ്മുടെ ഒരുപാട് ബഹുമാനിക്കുന്ന ബുഖാരി തങ്ങളെയും അതുപോലെ തന്നെ AP അബൂബക്കർ മുസ്ലിയാരെയും ഈ സ്ത്രീ അപമാനിക്കുകയാണ്. എനിക്ക് സ്ത്രീയോട് സ്നേഹം ചോദിക്കാനുള്ളത്, അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ ഈ ഒരു യാത്രയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് തന്നെ മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ മനുഷ്യത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ മനുഷ്യത്വമില്ലായ്മ കൊണ്ട് തന്നെയാണ് താങ്കളും ഇത്തരത്തിലുള്ള വിദേശ പരാമർശങ്ങൾ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വം കാണണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ നിമിഷപ്രിയ എന്ന് പറയുന്ന ഹൈന്ദവ സഹോദരിക്ക് വേണ്ടി യമനിലെ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്ത്രീയുടെ ഒരു വധശിക്ഷ നടപ്പാക്കുന്നത് നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് തൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്ത ഒരു മനുഷ്യനാണ് AP അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു, എൻ്റെ ഉള്ളിലെ മനുഷ്യത്വം നിലനിർത്തിയാണ് ഞാൻ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം ആ സ്ത്രീ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ട്, അത് അവരുടെ സാഹചര്യം കൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അത്തരത്തിലുള്ള പരാമർശം ഉസ്താദ് നടത്തിയത്. തീർച്ചയായിട്ടും അത്തരത്തിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ് അബൂബക്കർ മുസ്ലിയാർ. അതുപോലെ തന്നെ 10,000-കണക്കിന് കുട്ടികൾക്ക് അവരുടെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം വിദ്യാഭ്യാസത്തിന് തുടർ പഠനത്തിന് സാഹചര്യമില്ലാതിരിക്കുന്ന സമയത്ത് അവരെല്ലാം ചേർത്തിപ്പിടിച്ചുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസവും പാർപ്പിടവും അതുപോലെ തന്നെ അതിനുള്ള എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരു സൽസ്വഭാവിയായ അത്രയ്ക്കും ആൾക്കാർ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് AP അബൂബക്കർ മുസ്ലിയാർ. അതുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഒന്ന് ആകസ്മികമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സ്ത്രീക്ക് തീർച്ചയായിട്ടും ഇതിൽ കൂടുതലൊന്നും മറുപടി കൊടുക്കാൻ നമ്മളെപ്പോലല്ല മറ്റ് മുതിർന്ന ആൾക്കാരൊന്നും മുതിരുകയില്ല. കാരണം കക്കൂസ് കുത്തി ജയിൽ പോകാനൊന്നും ആരും മടിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സ്ത്രീകൾക്കൊന്നും മുതിർന്ന ആൾക്കാരൊന്നും മറുപടി കൊടുക്കാത്തത് എന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതിനുശേഷം അവസാനമായിട്ട് ഈ സ്ത്രീ പറയുന്ന കുറച്ച് വാക്കുകളൂടി അതുകൂടി കേൾക്കാം. ഇതുപോലെ തരം താഴ്ന്ന, ഇതുപോലെ ട്രോളുകൾ ഏറ്റുവാങ്ങുന്ന, ഇതുപോലെ ക്രൂരതയാർന്ന, ഇതുപോലെ മര്യാദയില്ലാത്ത, ഇതുപോലെ തലയ്ക്ക് വെളിവില്ലാത്ത, ഇതുപോലെ അന്തവും കുന്തവും ഇല്ലാത്ത, ഇതുപോലെ സ്വാർത്ഥരായ, ഇതുപോലെ ഒരു എന്താ പറയാ ഈ ലോകത്തിന്റെ മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു വർഗം ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇതുകൂടി നിങ്ങൾ കേട്ട് കാണും. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങിയ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് താങ്കൾ. തീർച്ചയായിട്ടും നിഷ്കരുണം, യാതൊരു മനുഷ്യത്വവുമില്ലാതെ അത്രക്കും വൃത്തികെട്ട മനുഷ്യഹീനമായ എല്ലാ പ്രവൃത്തികളും ചേരുന്നത് താങ്കൾ പറഞ്ഞ ഈ താങ്കൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന ആ ഒരു സംഘടനയ്ക്ക് തന്നെയാണ് എന്ന് സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. പക്ഷേ ഇതിലൊക്കെ സന്തോഷം തോന്നിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഹൈന്ദവനായ ഒരു മനുഷ്യൻ തന്നെ വളരെ വൃത്തിക്ക് ഈ സ്ത്രീക്ക് മറുപടി കൊടുക്കുന്നത് കൂടി ഞാൻ കണ്ടു. അതുകൂടി കാണാം. പാത്രമായ വിശകല അവര് വരെ നിങ്ങളുടെ ഈ വിഷം കേട്ടിട്ടുണ്ടല്ല ചമ്മി നാറിപ്പോവും. നിങ്ങളുണ്ടല്ല ഒരു കാരണവശാലും നിങ്ങളെ ഹിന്ദുക്കൾ എന്ന് വിളിക്കല്ലട്ടാ. നിങ്ങളെ വേണമെങ്കിൽ സംഘി എന്ന് വിളിച്ചോ. ഹിന്ദുക്കളാണെന്ന് നിങ്ങളെന്ന് പറഞ്ഞിട്ടല്ല. നമുക്ക് ഹിന്ദുക്കൾക്ക് അതൊരു അപമാനമാണ്.
അതുകൊണ്ട് ഇനി സ്വയം അഭിസംബോധന ചെയ്യുമ്പോണ്ടല്ല അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട, ചാണക സംഗിണി അങ്ങനെ മാത്രം പറഞ്ഞാൽ മതി. അദ്ദേഹത്തിന്റെ ഒരു മറുപടി തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷം തോന്നി. നല്ലവരായ ഹൈന്ദവ സുഹൃത്തുക്കൾ ഈ കേരളത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു ഉദാഹരണം തന്നെയാണ് അദ്ദേഹം ഇതുപോലെ നമ്മളെപ്പോലെ തന്നെ റിയാക്ടിങ് വീഡിയോ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ചാനൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ, ഹിന്ദുവരായ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്, ഞങ്ങളെല്ലാവരെയും കൂട്ടിയിട്ടുള്ള പേര് വേണ്ട, സംഗിണി എന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതുപോലെ സംഘപരിവാർ ശക്തികളിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ട് മുസ്ലിങ്ങൾക്കെതിരെ ഇത്ര രൂക്ഷകരമായ രീതിയിൽ വൃത്തികെട്ട കാര്യങ്ങൾ പറയുന്ന ഈ സ്ത്രീയോട് എനിക്ക് ബഹുമാന പുരസ്സരം നിങ്ങളോട് പറയാനുള്ളത്, വേശ്യയുടെ ചാരിത്ര പ്രസംഗം നടത്തുന്നത് നിങ്ങളാണ്, നിങ്ങൾക്ക് മാത്രമേ ആ പേര് ചേരൂ എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.